ചെറുത്തിടയ്ക്ക് മുൻപായി ഒരു കാര്യം കൂടി അറിയിച്ചോട്ടെ. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെയും ഔസേപ്പച്ചൻ സാറിൻ്റെയൊക്കെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു സംഗീത സായാഹ്നം കൂടി ഇവിടെ ഉണ്ട്. അതിനുശേഷം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന നൃത്തത്തിന്റെ എല്ലാ വിഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരൊറ്റ ഡാൻസ്. അതും കൂടി കണ്ടിട്ടൊക്കെ എല്ലാവരും പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചടങ്ങിലേക്ക്, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എൻ്റെ മാനസ ഗുരു എഴുത്തുവഴിയിൽ ശ്രീകുമാരൻ തമ്പി സാറാണ്. സാറ് നേരത്തെ പറഞ്ഞു, രക്ഷാധികാരി എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ശ്രീകുമാരൻ തമ്പി സാറ് സോളാർട്ടിന്റെ മുഖ്യ രക്ഷാധികാരി ആയതുകൊണ്ട് തന്നെ സാറിന് എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സാറിനോട് എല്ലാം ചോദിച്ചിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സും നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും ഉണ്ടാവും എന്ന് ഞാൻ ആദ്യമേ തന്നെ വിനീതമായി ആദരവോടുകൂടി അറിയിച്ചുകൊണ്ട് സാറിന് ഈ സംരംഭത്തിൽ വന്ന് ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച് ഇതിൻ്റെ എല്ലാ കർമ്മങ്ങളിലും പങ്കെടുത്ത് സോളാർ പബ്ലിക്കേഷന്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ച ശ്രീകുമാരൻ തമ്പി സാറിന്റെ എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുക. നമ്മുടെ അധ്യക്ഷൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ സാറ് തിരക്കുകൾക്കിടയിലും സോളാർട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അധിക സമയവും മാറ്റിവെച്ചുകൊണ്ട് ഇതിൻ്റെ അമരക്കാരനായി നിൽക്കുന്ന അദ്ദേഹത്തിന് സോളാർട്ടിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടന കർമ്മവും പ്രമുഖരായവർക്കുള്ള പുരസ്കാര വിതരണവും നടത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീമതി ജെ ചിഞ്ചുറാണി, സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് മന്ത്രി, മാഡത്തിന് അകമഴിഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഈ പ്രോഗ്രാം ബുക്ക് ചെയ്തിരുന്നത് അദ്ദേഹത്തിനെ ക്ഷണിക്കാൻ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് വേറെ വല്ലത്തും പോകുന്നത്? അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനമല്ലേ ഇത്, നമുക്കിവിടെ ചെയ്യാം എന്ന് ഇങ്ങോട്ട് വാഗ്ദാനം നൽകിയ സൂര്യ കൃഷ്ണമൂർത്തി സാർ, അദ്ദേഹത്തിന്റെ ത്യാഗത്തെക്കുറിച്ച് തമ്പി സാറ് നമ്മളെ ഓർമ്മപ്പെടുത്തി. ആ മഹാനായ വ്യക്തിക്ക് ഞാൻ കൃതജ്ഞത. നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ കരുതുന്ന ഗാന്ധി ഭവന്റെ ഡയറക്ടർ ഡോക്ടർ പുനലൂർ സോമരാജൻ സാർ, ഒരാള് എന്നോട് ചോദിച്ചു, ഗാന്ധി ഭവനിലെ എന്താണ് ഇതിന് മാത്രം ത്യാഗം എന്നോട് ഒരാൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ സമൂഹത്തിൻ്റെ നടുക്ക് ഒരു രാത്രി ജീവിച്ചാൽ മതി, അതിനപ്പുറത്തൊരു ത്യാഗമില്ല. 1800ഓളം അന്തേവാസികൾ, അതിനകത്ത് മാനസിക രോഗികൾ വരെയുണ്ട്. മാനസിക രോഗിയായിട്ടുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി 3 നിലയുടെ മേളിൽ കയറിയിരിക്കുമ്പോൾ ഈ മനുഷ്യൻ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റും? അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജേതാക്കളായ ഔസേപ്പച്ചൻ സാർ നമ്മുടെയൊക്കെ മനസ്സിലൂടെ, ഞങ്ങളുടെയൊക്കെ കൊച്ചു പ്രായം മുതൽ നമ്മുടെയൊക്കെ മനസ്സിലൂടെ കേട്ട് ഔസേപ്പച്ചൻ്റെ സംഗീതം എന്ന് കേട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ഔസേപ്പച്ചൻ സാറൊക്കെ. ഔസേപ്പച്ചൻ സാറിന് ഹൃദയം നിറഞ്ഞ
കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പെരുമ്പളൂർ സാർ അദ്ദേഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള കാര്യങ്ങൾ നമ്മുടെ ടി പി സാർ രേഖപ്പെടുത്തി. അദ്ദേഹത്തിന് ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന പുസ്തകം ഇല്ലാത്ത വീടുകൾ ഉണ്ടോ എന്ന് സംശയമാണ് എന്ന് നമ്മുടെ ടി പി ശാസ്ത്രമംഗലം സാർ ചോദിച്ച ആ മഹാത്മാവിനെ അകമഴിഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. പ്രതിഭകളായിട്ടുള്ള പുരസ്കാര ജേതാക്കൾ ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ ആദ്യകാലം മുതൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് കുമാർ സാർ, ബിജു തുണ്ടിൽ മാഷ് തുടങ്ങിയവരുടെ എല്ലാവർക്കും ഓരോ ദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകളുണ്ട്. ബാംഗ്ലൂര് ഒരു മിലിറ്ററി ഓഫീസർ ഗോപാൽജി, അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന്, അദ്ദേഹവും പത്നിയും കൂടെ ശ്രീദേവിയും കൂടെ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഒരു ബീനോ ശിവദാസ്, മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റാണ്, അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ ദേശങ്ങളിലുള്ള പ്രതിനിധികൾ പങ്കെടുത്ത ഈ കർമ്മത്തിന് എല്ലാവർക്കും എൻ്റെ അകമഴിഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.